മൂന്ന് കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ ഹബീബിനെ നമ്മൾ ഇടപെടുത്തിയിരിക്കണം നമ്മുടെ വിഷയങ്ങളിൽ. മൂന്ന് കാര്യങ്ങൾ. അല്ലാതെ ദാടി നീളത്തിനുണ്ട് എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ അടയാളമല്ല. അല്ല, ദാടി മനോഹരമായിട്ട് നല്ല ദാടി ഉണ്ട് എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മുസ്ലിം ആവണ്ടേ? നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം ആകണ്ടേ? ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുസ്ലിം ആകണ്ടേ? നല്ല തൊപ്പിയുണ്ട് എന്ന് പറയുന്നത് അത് വിശ്വാസത്തിന്റെ ഭാഗമാണെങ്കിൽ ജവഹർലാൽ നെഹ്റു മുസ്ലിം ആകണ്ടേ? തലപ്പാവുണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും വിശ്വാസത്തിന്റെ മാനദണ്ഡമാണ് എങ്കിൽ മൻമോഹൻ സിംഗ് മുസ്ലിം ആകണ്ടേ? ഇതൊന്നുമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങളിൽ അവൻ പ്രവാചകനുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നതുവരെ അവൻ മുസ്ലിം ആവുകയില്ല. ഇന്നത്തെ ഈ രാത്രി മുതൽ മാറ്റത്തിന്റെ മാറ്റൊലി സൃഷ്ടിക്കപ്പെടണം. മൂന്ന് പ്രഭാഷകരെ തെക്ക് നിന്നിറക്കി 3 പ്രഭാഷകന്മാരുടെ ത്രിദിന പ്രസംഗം വെച്ച് ആ പരിപാടിയിൽ ലാഭകരമായ താല്പര്യങ്ങൾ ഒന്നുമില്ല എന്നത് ശരിയായിരിക്കവേ ഈ പരിപാടിയുടെ വിജയം കണ്ട് ആസ്വദിക്കുന്നതിനപ്പുറത്ത് സംഘാടകരോടും അല്ല, എന്നോടും ഇതിന്റെ സംഘാടകരോടും ആ സംഘാടകർ വിളിച്ചപ്പോൾ ഓടിയെത്തിയ ഈ പള്ളത്തെയും അതുപോലെ തന്നെ പ്രാന്തപ്രദേശങ്ങളിലെയും പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ പ്രവാചകനുമായിട്ട് കണക്ട് ചെയ്യപ്പെടണം. സർവ്വ വിഷയങ്ങളും എ ടു സെഡ്, അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെ എല്ലാ കാര്യങ്ങളിലും പ്രവാചകരുമായിട്ട് കണക്ട് ചെയ്യപ്പെടേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഒന്ന്, നമ്മുടെ വിഷയത റസൂല് പറയുന്നത് കേൾക്കുക, അള്ളാന്റെ ഹബീബ് പറയുന്നത് അനുസരിക്കുക. അതിനാണ് നല്ല നാളെ ഉണ്ടാവുക. എങ്കിലേ നല്ല നാളെ ഉണ്ടാവൂ. ആ വിഷയം മറന്നു പോണ്ട. നബിതങ്ങളോട് ബൈഅത്ത് ചെയ്ത സഹാബി പറഞ്ഞത് ഞങ്ങൾ കേട്ടോളാം, അനുസരിച്ചോളാം. അപ്പൊ ഇന്നത്തെ വിഷയം എന്താ? കേൾക്കുക, അനുസരിക്കുക. അത് തന്നെ ഇന്നത്തെ വിഷയം. അള്ളാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണക്ട് ചെയ്യപ്പെടുന്നത് വരെ പ്രിയപ്പെട്ടവരെ നമ്മൾ സത്യവിശ്വാസികളാവുകയില്ല. ഇതാരാണ് പറയുന്നത്? പടച്ചവനാണ് പറയുന്നത്. നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹ്, നമ്മളെ സംരക്ഷിക്കുന്ന അല്ലാഹ്, അവസാനം നമ്മളെ സംഹരിക്കുന്ന അല്ലാഹ്, നമ്മുടെ വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളങ്ങളിലുള്ള ചലനങ്ങൾ അറിയുന്ന അല്ലാഹ്, നമ്മുടെ സർവ്വതും അറിയുന്ന അല്ലാഹ്, കല്ലെടുക്കിലെ പുൽക്കൊടിക്ക് പോലും കുടിനീര് കൊടുക്കുന്ന അല്ലാഹ്, പാതിരാപ്പുഴ നിശബ്ദതയിൽ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ ഉള്ളറകളിലുള്ള ചലനങ്ങൾ പോലും മറയില്ലാതെ കാണുന്ന അല്ലാഹ്, ഈ ഒരു ഇലാനങ്ങണമെങ്കിൽ പോലും ആരുടെ നിർദ്ദേശപ്രകാരമാണോ ആ നിർദ്ദേശം നൽകുന്ന പടച്ചതമ്പുരാൻ അവനാണ് പറയുന്നത്. രണ്ടാമതോ അല്ലാഹു തആല പറയുന്നത് ഖുർആനിലൂടെയാണ്. ആ ഖുർആനിലൂടെ പറയുക മാത്രമല്ല, സത്യം ചെയ്തിട്ട് പറയുകയാ. ആരാ സത്യം ചെയ്യുന്നത്? അല്ലാഹു തന്നെയാണ് സത്യം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, പറഞ്ഞതെന്താണ്? 3 കാര്യങ്ങൾ പ്രവാചകരുമായി ബന്ധപ്പെടുന്നത് വരെ ലാ യുമിനൂ, പള്ളത്തുകാര് മോമിനീങ്ങളാവുകയില്ല, പാലക്കാടുകാര് സത്യവിശ്വാസികളാവുകയില്ല. അവര് ഏത് കുടുംബത്തിൽ പിറന്നവരാകട്ടെ, അവര് നിസ്കാര തഴമ്പുള്ളവരാകട്ടെ, അവര് തലയിൽ തൊപ്പിവെച്ചവരാകട്ടെ, തലപ്പാവ് ധരിച്ചവരാകട്ടെ, അവര് ഏതെല്ലാ രീതിയിൽ സാമ്പത്തികമായ പാവങ്ങളെ സഹായിക്കുന്നവരാകട്ടെ, അല്ല പറയുകയാണ് നബിയേ, അങ്ങയുടെ നാഥനെ തന്നെയാണ് സത്യം, അങ്ങയുടെ നാഥനെ തന്നെയാണ് സത്യം. അല്ലാഹു സത്യം ചെയ്യുകയാണ് നബിയേ, അങ്ങയുടെ പടച്ചവനെ തന്നെയാണ് സത്യം. ലാ യുമിനൂന, സത്യവിശ്വാസികളാവുകയില്ല, സത്യവിശ്വാസത്തിന്റെ മാധുര്യം നുകരുകയില്ല. ഏതുവരെ എന്നറിയോ? 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വരെ. അതിൽ ഒന്നാമത്തേത് ഹത്താ യുഹക്കിമൂക, അതിൽ ഒന്നാമത്തേത് നബിയേ, അവരുടെ ഏതേത് പ്രശ്നങ്ങളിലും അങ്ങയെ വിധികർത്താവാക്കുന്നത് വരെ. ഫീമാ ശജറ ബൈനഹും, അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പേരിൽ അതിന് പരിഹാരം തേടി അങ്ങയെ സമീപിക്കുന്നത് വരെ. അങ്ങെന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് അവർ ചോദിക്കുന്നത് വരെ അവർ സത്യവിശ്വാസികളാവുകയില്ല. ഒന്നാമത്തെ കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ. ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്ത് അല്ല തന്നെ പറയുകയാണ്, നബിയേ, ഒരിക്കലും അവർ സത്യം
സത്യവിശ്വാസികളാവുകയില്ല. ഏതുവരെ? ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവരുടെ ഇടയിലുണ്ടാകുന്ന കുടുംബ പ്രശ്നങ്ങള്, അവരുടെ ഇടയിലുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങള്, അവരുടെ ഇടയിലുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങള്, അവരുടെ ഇടയിലുണ്ടാകുന്ന വ്യക്തി പ്രശ്നങ്ങള്, അവരുടെ ഇടയിലുണ്ടാകുന്ന ഏതേത് കാര്യങ്ങളായിരുന്നാലും നബിയെ, അതിലെല്ലാം അങ്ങയെ വിധികർത്താവാക്കുന്നത് വരെ അവർ സത്യവിശ്വാസികളാവുകയില്ല. എങ്ങനെയാണ് വിധികർത്താവാക്കുക? പ്രിയപ്പെട്ടവരെ, ഒരു വിഷയമുണ്ടായി കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവും തമ്മില്. ആ സമയത്ത് നമ്മൾ നോക്കണം, എന്താ എന്റെ റസൂൽ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ നാട്ടു നടപ്പല്ല നോക്കേണ്ടത്, പെണ്ണിന്റെ ഉപ്പ എന്താണ് പറയുന്നതെന്നല്ല നോക്കേണ്ടത്, എന്റെ അളിയൻ എന്താ പറയുന്നതെന്നല്ല നോക്കേണ്ടത്, എന്റെ പാർട്ടി പ്രവർത്തകൻ എന്താ പറയുന്നതെന്നല്ല നോക്കേണ്ടത്, എന്റെ സംഘടനാ നേതാക്കന്മാരെന്ത് പറയുന്നു എന്നല്ല നോക്കേണ്ടത്. അവിടെ റസൂലുള്ള എന്ത് നിലപാടെടുത്തിട്ടുണ്ട്, ആ വിഷയത്തിൽ എന്റെ ഹബീബ് എന്ത് കാര്യമാ പറഞ്ഞിട്ടുള്ളത്, ആ കാര്യത്തിൽ അനുസരിച്ചാണ് എന്റെ ജീവിതത്തെ ഞാൻ മാറ്റിമറിക്കേണ്ടതെന്ന് ചിന്തിക്കുന്നത് വരെ, ഏതൊരു വിഷയത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിധികർത്താവാക്കുന്നത് വരെ ആരും സത്യവിശ്വാസികളാവുകയില്ല. രണ്ടാമത് അല്ലാഹു പറഞ്ഞ കാര്യം എന്തെന്നറിയോ? വെറുതെ നബി തങ്ങളെ വിധികർത്താവാക്കിയാൽ പോരാ. സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, അങ്ങ് വിധി നടപ്പിലാക്കുമ്പോൾ, അങ്ങൊരു കാര്യം വിധിക്കുമ്പോൾ അങ്ങയുടെ വിധിയിൽ അവർ സമ്പൂർണ്ണ തൃപ്തരാകുന്നത് വരെ. ചിലപ്പോ ചില ആളുകൾ പറയും, റസൂലുള്ള അങ്ങനെ പറഞ്ഞതല്ലേ, ഞാനത് നിർബന്ധത്തിനാണ് ചെയ്യാൻ. റസൂൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തല്ലേ പറ്റുള്ളൂ. പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു മുസ്ലിം അല്ലേ, ഞാനത് ചെയ്യണ്ടേ? അല്ല പെങ്ങളെ, അല്ല. ആ പറയപ്പെടുന്ന വിധിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ പ്രവാചകനിലൂടെ വിധി പുറപ്പെടുവിക്കുമ്പോൾ ആ വിധിയിൽ നമ്മൾ സമ്പൂർണ്ണ തൃപ്തരാകണം. ഞാൻ തൃപ്തിയോടെയാണ് എന്റെ റസൂലിന്റെ വിധി കേൾക്കുന്നത്, ഞാൻ സംതൃപ്തിയോടെയാണ് എന്റെ റസൂലുള്ളാന്റെ വിധി ഞാൻ ശ്രവിക്കുന്നത്. ആ ഒരു രീതിയിൽ പ്രവാചകൻ വിധിച്ച വിധിയിൽ സംതൃപ്തരാകണമെന്ന രണ്ടാമത്തെ കാര്യമാണ്. ഇനി മൂന്നാമതേതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരെ പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബിനെ വിധികർത്താവാക്കിയാലും മാത്രം പോരാ, ആ വിധിയിൽ സമ്പൂർണ്ണ തൃപ്തരായാലും മാത്രം പോരാ. മൂന്നാമത് അല്ലാഹു പറയുന്നു, വയുസല്ലിമൂ തസ്ലീമാ, ആ സമ്പൂർണമായ തൃപ്തി അനുസരിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാ വേണ്ടത്. സഹോദരങ്ങളെ, ഈ മൂന്ന് കാര്യം ചെയ്യാത്തിടത്തോളം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ മുഅ്മിനീങ്ങളല്ല. നിങ്ങളുടെ പേര് ഏതെങ്കിലും മഹല്ലത്തിന്റെ രജിസ്റ്റർ ബുക്കിൽ പേര് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. നിങ്ങളുടെ പ്രിയപ്പെട്ട മകളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ നാട്ടിലെ കാളി വന്നിട്ടുണ്ടാകാം. നിങ്ങളുടെ ഉമ്മ വാപ്പ മരിച്ചപ്പോൾ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അടക്കിയിട്ടുണ്ടാകാം. പക്ഷേ നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സത്യവിശ്വാസികളല്ല. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്യാം, നിങ്ങൾ മുസ്ലിമാണ്, മുഅ്മിനാണ്. OBC എന്ന വിഭാഗത്തിൽ നിങ്ങൾ പെട്ടിട്ടുണ്ട്, ശരിയാ. ന്യൂനപക്ഷം എന്ന വിഭാഗത്തിൽ നിങ്ങൾ പെട്ടിട്ടുണ്ട്, ശരിയാ. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ജനങ്ങളൊക്കെ അത് അംഗീകരിക്കുന്നുമുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ മുന്നിൽ മുഅ്മിനാകണോ? ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകണം. ഒന്ന്, ഏത് വിഷയം, മഹല്ലത്തിലൊരു പ്രശ്നം ഉണ്ടായി, കമ്മിറ്റിക്കാർ തമ്മിൽ ഒന്ന് ഇടഞ്ഞു, അതിൽ മുൻ പ്രസിഡന്റ് എന്ത് പറയുന്നു, അല്ലെങ്കിൽ വരാനിരിക്കുന്ന സെക്രട്ടറി എന്ത് പറയുന്നു, അതല്ല നോക്കേണ്ടത്. ഈ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു? ഏത് വിഷയത്തിലാ റസൂലുള്ളാഹി പറയാതെ പോയത്? പറ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രവാചകന്റെ ഇടപെടൽ ഉണ്ടാകാതിരുന്നിട്ടുണ്ടോ? 9 വയസ്സുകാരിയായ സയ്യിദത്തുനാ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ മുതൽ പ്രായാധിക്യം ചെന്ന വൃദ്ധകൾ വരെ പ്രവാചകന്റെ ഭാര്യമാരായ അല്ലാഹു തആല കൊടുത്തത് വെറുതെയല്ല. ഒരു ചെറുപ്പക്കാരിയുടെ, കൗമാരക്കാരിയുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന അതേ ഇടപെടൽ ഒരു വൃദ്ധയുടെ വിഷയത്തിലും ഇടപെടണം അല്ലാഹുവിന്റെ ഹബീബിൽ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് ആ ഒരു പ്രക്രിയ അല്ലാഹു തആല കൊടുത്തതാണ്. അല്ലാതെ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രവാചകൻ 10 കെട്ടി 11 കെട്ടി എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് പോലെയുള്ള അല്ല കാര്യങ്ങൾ. മറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് ഇടപെടുന്ന മേഖലകളുടെ കാര്യങ്ങളായി പറഞ്ഞത്. ഇവിടത്തെ കശാപ്പുകാരിൽ അല്ലാഹുവിന്റെ റസൂലിന് മാതൃകയുണ്ടല്ലോ. ഞാൻ എങ്ങനെ കശാപ്പ് നടത്തണം,
ഞാൻ എങ്ങനെ കശാപ്പ് നടത്തണം? ഒരു മൃഗത്തിനെ, ആടിനെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും രീതിയിൽ കഴുത്തങ്ങോട്ട് കയറ്റിയിട്ട്, ചില നാടുകളിലൊക്കെ അറിയാം, കോഴിയെ കറക്കുന്ന കതകിന്റെ ഒരു ചെറിയൊരു വിടവുണ്ടാവുമല്ലോ, കതകിന്റെ, അതിന്റെ ഇടയിലോട്ട് കോഴിയെ കയറ്റിയിട്ട് ഒരൊറ്റ അടപ്പ, ആ ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്യുമ്പോഴേക്ക് കോഴി ചത്തിരിക്കും. അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? മൃഗത്തിന്റെ മുന്നിൽ വെച്ച് കത്തി തേക്കാൻ പാടില്ല. ആ മൃഗത്തിന് വെള്ളം കൊടുക്കണം. അതിന്റെ കാലും നാലും കെട്ടിയിട്ടിട്ട്, രണ്ട് കൈയും രണ്ട് കാലും കെട്ടിയിട്ടിട്ട് നിങ്ങൾ അറുക്കരുത്. അതിനെ അറുക്കുമ്പോൾ അതിന് പിടയ്ക്കാൻ, അതിന്റെ റൂഹ് പിരിയുമ്പോൾ ഒന്ന് അവസാനമായി പിടയ്ക്കാനുള്ള സൗകര്യം നിങ്ങൾ കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂൽ നടന്നു വരുമ്പോഴാണ് ഒരു പ്രിയപ്പെട്ട അനുചരൻ ആടിന്റെ തോല് ഉരിക്കുകയാണ്. ആടിന്റെ തോല് മാംസത്തിൽ നിന്ന് ഉരിച്ചു മാറ്റുകയാണ്. എങ്ങനെയാ ഉരിച്ചു മാറ്റുന്നത് അദ്ദേഹത്തിന് അറിയില്ല. മരിച്ച ജീവിയാണ്. പക്ഷെ ആ ജീവി മരണപ്പെട്ടതിന് ശേഷം അതിന്റെ തോലുരിക്കുന്നത് ശരിയല്ല എന്ന് കണ്ടപ്പോൾ തന്റെ കുപ്പായം ഊരി അടുത്ത് നിൽക്കുന്ന സഹാബിയുടെ കയ്യിൽ കൊടുത്തിട്ട് അള്ളാന്റെ റസൂല് തന്റെ വലത് കൈ ആ ആടിന്റെ മാംസത്തിന്റെയും തോലിന്റെയും ഇടയിൽ ഇറക്കിയിട്ട് മുന്നിലേക്കും പിന്നിലേക്കും ഇങ്ങനെ നീട്ടി വീശിയിട്ട് ആ തോല് എങ്ങനെയാണ് മാംസത്തിൽ നിന്ന് ഉരിച്ചെടുക്കുന്നത് എന്ന് കാണിച്ചു കൊടുത്ത കശാപ്പുകാർക്ക് മാതൃകയായി വന്നത് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടത്തെ കൈ കൊണ്ട് കുഞ്ഞിന്റെ പെടലിയിൽ പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ടവന്റെ ദാടിയലിൽ പിടിച്ചിട്ട് അവന്റെ ചുണ്ടിൽ ചുംബനം കൊടുക്കണമെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഏത് മേഖലയിലാ പ്രവാചകൻ കൈവെക്കാത്തത്? ബാത്റൂമിൽ ഇരിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു. നിസ്സാരമായി മറ്റുള്ളവർ കാണുന്ന ബാത്റൂമിനകത്ത് കയറിയിട്ട് എങ്ങനെ ഇരിക്കണം അത് കാണിച്ചു കൊടുത്ത പ്രവാചകൻ തന്നെയാണ് അധികാരത്തിന്റെ കസേരയിൽ എങ്ങനെ ഇരിക്കണമെന്ന് പഠിപ്പിച്ചത്. മുറ്റമടിക്കുമ്പോ ചൂലെങ്ങനെ പിടിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ തന്നെയാണ് രണാങ്കണത്തിൽ വാളെങ്ങനെ പിടിക്കണമെന്ന് പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂല് ഒരു മേഖലയും ബന്ധപ്പെടാതെ പോയിട്ടില്ല. അതുകൊണ്ട് കമ്മിറ്റിയിലൊരു പ്രശ്നം വരുമ്പോ എന്തു വേണം? കമ്മിറ്റിയിലൊരു പ്രശ്നം വരുമ്പോ റസൂൽ എന്ത് ഇതിൽ നിലപാടെടുത്തു, അതാണ് ഞാൻ ചെയ്യേണ്ടത്. അതാണ് യുഹക്കിമൂക്ക, ഒന്നാമത്തെ കാര്യം. നബി എന്താ ഇതിൽ തീരുമാനം പറഞ്ഞത്? ആ തീരുമാനം ഉസ്താദിനോട് ചോദിച്ചപ്പോ അറിയുന്നു എന്റെ മനസ്സിന് സംതൃപ്തമായ മറുപടിയല്ല. അപ്പൊ ഞാൻ എന്തു വേണം? ആ നബി എങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അനുസരിക്കുക തന്നെ, അത് പോരാ, എന്നാ വിശ്വാസിയാവൂല. എന്റെ റസൂൽ അതാണോ പറഞ്ഞത്, എന്നാൽ അൽഹംദുലില്ലാ ഞാനിത് ഇട്ടൊഴിയുന്നു, ഞാനത് അനുസരിക്കുന്നു എന്ന് പറഞ്ഞ് സംതൃപ്തി ഉണ്ടാവുക. 2. 3 സംതൃപ്തിയാണ്. അതേപോലെ തന്നെ നബിതങ്ങൾ എന്താ പറഞ്ഞെന്ന് ചോദിച്ചു, പഠിക്കുകയും ചെയ്തു, വിധികർത്താവാക്കി. പക്ഷെ ഈ കസേര കൊടുക്കാൻ ഞാൻ ആളല്ല, അത് പറ്റൂല. വയുസല്ലിമു തസ്ലീമ, മൂന്നാമത്തത് അക്കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്തു പറഞ്ഞു? അത് അംഗീകരിച്ചിട്ട് അനുസരണ തന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഈ 3 കാര്യം പ്രവാചകരുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത് വരെ ഒരാളും സത്യവിശ്വാസിയല്ല. ഒരു ബിസിനസ് നടത്തുമ്പോൾ ഇതിൽ എന്റെ റസൂൽ എന്താ പറഞ്ഞത്? ഇന്ന കാര്യമാണ്. ആ കാര്യം നമ്മൾ സംതൃപ്തമായിട്ട് അംഗീകരിച്ചാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. കള്ള് കുടിക്കുന്ന ഒരാള് ഈ കള്ളിന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ പോട്ടെ, പുതുവർഷ പുലരി ഡിസംബർ 31, എന്താ ഈ പുതുവർഷം? എന്നോട് പലരും പറഞ്ഞു, ഉസ്താദെ നമുക്ക് ഇൻഷാ അല്ലാഹ് ന്യൂ ഇയർ പ്രഭാഷണം എന്ന് വെച്ചാൽ, ഞാൻ പണി നോക്കടാ പോയി, നിനക്ക് വേറെ ജോലി ഇല്ലെങ്കിൽ വേറെ കിളയ്ക്കാൻ പൊയ്ക്കോ, എന്നാനും കിട്ടൂല. ന്യൂ ഇയർ എന്താ? നമുക്കൊരു ന്യൂ ഇയർ ഉണ്ടെങ്കിൽ മുഹറം 1-നാണ്. അപ്പൊ നാടോടുമ്പോ നടുവേ ഓടണ്ടേ ഉസ്താദെ? ഓടണം. നിങ്ങൾക്കറിയോ ഇത് മനുഷ്യനിർമ്മിതമല്ലേ? ഏപ്രിൽ 1-നല്ലേ ന്യൂ ഇയർ? ഏപ്രിൽ 1-നാണ് ന്യൂ ഇയർ. പുതുവർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1-നാണ്, ഇല്ലേ? സാമ്പത്തിക വർഷം ഹാജിയാരെ മാർച്ചിലല്ലേ സാമ്പത്തിക വർഷം, അല്ലെ? സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് മാർച്ചാണ്. മാർച്ച് തീരുന്നതോടെ എല്ലാ കണക്കെടുപ്പും ബാങ്കിന്റെ എല്ലാ കാര്യങ്ങളും ക്ലോസ് ചെയ്യാൻ ഏപ്രിൽ 1 മുതൽ പുതിയ വർഷമാണ്. ആ നാട്ടില് ഏപ്രിൽ 1-ന് നടന്നു വന്നിരുന്ന പുതുവർഷം ജനുവരി 1-ലേക്ക് സൗകര്യപ്രദമാക്കി മാറ്റിയ കാര്യം അവിടുത്തെ ജനങ്ങൾ കുറച്ചുപേർ അറിഞ്ഞില്ല. അറിയാത്ത ആളുകൾ എന്ത് ചെയ്തു? ഏപ്രിൽ 1-ന് എന്ത് ചെയ്തു? വീണ്ടും പുതുവർഷം അങ്ങോട്ട് ആഘോഷിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ജനുവരി 1-ലേക്ക് മാറ്റിയ വിവരം അറിഞ്ഞ ആളുകൾ വന്നിട്ട് പറഞ്ഞു, എടാ മണ്ട, നീ അല്ലാതെ ആരെങ്കിലും ഇത് ചെയ്യൂടാ. യൗമാരെ എന്താക്കി? ഫൂളാക്കി. ആ ദിവസമാണ് അത് നമ്മൾ ആഘോഷിക്കാൻ തുടങ്ങി, ഏപ്രിൽ ഫൂൾ. അങ്ങനെയാണ് ഏപ്രിൽ ഫൂൾ ഉണ്ടാവുന്നത്.
ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ എണീറ്റ് പറയാ പള്ളിയുടെ പ്രസിഡന്റ് പള്ളി തിണ്ണയിൽ തൂങ്ങി നിൽക്കുക. 10 മണി വരെ ഹലാൽ എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അതിന്റെ ഹോൾസെയിൽ ഡീലർമാര് പെണ്ണുങ്ങളാണ്. അറിഞ്ഞില്ല എന്താ? MLA തൂങ്ങിയിരിക്കുകയാണ്, MP തൂങ്ങി മരിച്ചു, അല്ലെങ്കിൽ മന്ത്രി വണ്ടി ഇടിച്ചു മരിച്ചു. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഇവർക്ക് വെപ്രാളം കയറും. അപ്പൊ പറയും ഇന്ന് ഏപ്രിൽ ഫൂൾ അല്ലേ, നീ എന്തിനാ വിശ്വസിക്കാൻ പോയത്? അത് നമുക്ക് ഹലാല? ഈ ഏപ്രിൽ ഫൂൾ എന്ന് മുതലാ തുടങ്ങിയത്? ജനുവരി 1 ഏപ്രിൽ 1 പുതുവർഷ പുലരിയെ ഏപ്രിൽ 1 നിന്ന് ജനുവരി 1 മാറ്റി വിവരമറിയാത്ത നാട്ടുകാര് ഏപ്രിൽ 1 പുതുവർഷ പുലരി കൊണ്ടാടാൻ ശ്രമിച്ചപ്പോൾ ജനുവരി 1 മാറ്റി വിവരം അറിഞ്ഞ ആളുകൾ ഈ അറിയാത്ത പാവങ്ങളെ ഫൂളാക്കിയപ്പോൾ അത് ഏപ്രിൽ ഫൂളായി മാറി. അതും ഈ സമുദായം പേര് നടക്കുകയാണ്. നമുക്കൊരു പുതുവർഷമുണ്ടെങ്കിൽ മുഹറം 1 ദുൽഹിജ്ജ അവസാനിക്കുന്നതോടുകൂടി അൽഹംദുലില്ലാഹ് ഹജ്ജോടുകൂടി ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ സുരക്ഷിതരായി വരുന്നു. പിന്നെ മുഹറം മുതൽ പുതിയ ജീവിതമാണ്. മുഹറം 1 വെക്കി നമുക്ക് കൊടുക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കച്ചവടം നടത്തുന്ന ആളുകൾ അവർ എന്താണ് പ്രവാചകൻ പറഞ്ഞത് അത് അംഗീകരിക്കാൻ തയ്യാറാകണം, കേൾക്കണം വിധി എന്താണെന്ന്. ഒരു മഹലിൽ നടന്നൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോവാം. ഒരു ഭർത്താവ് മരിച്ചു. വിധവയായ പ്രിയപ്പെട്ട സഹോദരി സെക്രട്ടറിയുടെ അടുത്ത ബന്ധുവാണ്, ഏറ്റവും അടുത്ത ബന്ധുവാണ്. സെക്രട്ടറി അല്പം മതബോധം കുറഞ്ഞ ആളാ. പൊതുവെ അങ്ങനെയൊക്കെയാണല്ലോ, മത്സരിച്ച് ചാടി കയറാൻ വേണ്ടിയിട്ട് വരുന്നതൊക്കെ പൊതുവെ അങ്ങനെയാണ്. അപ്പൊ ഏതായിരുന്നാലും സെക്രട്ടറിയായി പുതിയ ആള് വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് മരിച്ചു. 4 മാസം 10 ദിവസം ഇദ്ദയുടെ കാലാവധി അറിയാലോ. ഭർത്താവ് മരിച്ചാൽ ഭർത്തൃമതിയായ പെണ്ണ് ഭർത്താവ് മരിച്ചിട്ട് വിധവയായി കഴിഞ്ഞ 4 മാസം 10 ദിവസം ഇരിക്കണം. ഇതിനിടയിൽ ആ പെണ്ണ് നല്ലൊരു പ്രപ്പോസൽ വന്നു, നല്ല ഒരു ആലോചന വന്നു. സെക്രട്ടറി ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ മഹല്ലുകാരൊന്നും അറിയാതെ തന്നെ എല്ലാം രജിസ്റ്ററിൽ പേരൊക്കെ ചേർത്തിട്ടുണ്ട്, ഉസ്താദ് നിക്കാഹ് നടത്തി തരണം, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഉസ്താദ് പറഞ്ഞു, പറ്റൂലല്ലോ, ഈ വിഷയത്തിൽ അള്ളാന്റെ ഹബീബ് എടുത്ത നിലപാട് 4 മാസവും 10 ദിവസമാണല്ലോ. അപ്പൊ സെക്രട്ടറി അത് വിധികർത്താവായി അള്ളാഹുവിന്റെ റസൂലിനെ മാറ്റിയില്ല, പ്രവാചകനെ വിധികർത്താവാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഞാൻ പറയുന്ന കാര്യം അങ്ങ് ചെയ്താൽ മതി, ഞാൻ സെക്രട്ടറി, നിങ്ങൾ ഇമാമു അല്ലേ, നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഇമാമ് എന്നോടൊപ്പം പഠിച്ച ആളാ, എന്നോടൊപ്പം ജാമിയ മന്നാനിയ സർവകലാശാലയിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം ഇച്ചിരി വീര്യം കൂടിയ ഒരാളാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പോയി പണി നോക്കി സെക്രട്ടറി, എനിക്ക് വേറെ ജോലി കിട്ടും, നിങ്ങൾ പറയുന്ന ചെയ്യാൻ ഞാൻ ആളല്ല, എന്റെ റസൂല് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനായി എന്റെ ഉസ്താദുമാര് പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞു, എന്നാ നിങ്ങൾ പൊയ്ക്കോളി, അടുത്ത ഇമാമിന് 1000 രൂപ കുറച്ച് ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഇതാണോ ഒരു മഹല്ലത്തിൽ നടക്കേണ്ടത്? ഒരു അതിര് തർക്കം ഉണ്ടായാൽ എന്താ റസൂലിന്റെ നിലപാട്, അതല്ലേ നോക്കേണ്ടത്? എന്നിട്ട് ആ തൃപ്തിപ്പെടേണ്ട ചെയ്യേണ്ടത്, എന്നിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുകയല്ലേ വേണ്ടത്? ഇതിന് പറയുന്ന പേരാണ് സംഅത്ത്, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോ. സഹാബാക്കളാണല്ലോ. സഹാബാക്കളാരാ? അസ്ഹാബി കന്നുജൂം. ഞാൻ ഈ പറയുന്നതിന്റെ ഗൗരവം അത്രയും ഗൗരവത്തോടെ നിങ്ങളൊന്ന് മനസ്സിലാക്ക്. മദീനയിലെ ഈന്തപ്പനയുടെ വിളവെടുപ്പിന്റെ സമയം വരികയാണ്. മദീനയിലെ ഈന്തപ്പനയുടെ വിളവെടുപ്പിന്റെ സമയം വരികയാണ്. മാങ്ങയുടെ നാടാണല്ലോ, പള്ളത്ത് നിങ്ങൾക്കറിയുമല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, വിളവെടുപ്പിന്റെ സമയമാകുമ്പോൾ പുറത്തോട്ടൊന്നും പോകാൻ കഴിയില്ല. ഏത് സമയത്ത് ഷെഡിൽ തന്നെ ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ തോട്ടത്തിൽ ഉണ്ടാകുമല്ലോ. അതേപോലെ മദീനയിൽ അതാ ഒരു കാലം വരുന്നു. ആ കാലത്തിന്റെ പ്രത്യേകത ഈന്തപ്പനയുടെ വിളവെടുപ്പിന്റെ സമയമാ. ആ സമയം ഈന്തപ്പനയുടെ വിളവെടുപ്പിന്റെ സമയമാണെന്നത് മാത്രമല്ലല്ലോ, കടുത്ത ചൂടാണ്, വല്ലാത്ത ചൂടാ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ജില്ല പാലക്കാട് ജില്ലയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചൂട് കഠിനമാകുമ്പോഴുള്ള അവസ്ഥ ആരെക്കാളും നിങ്ങൾക്കറിയാമല്ലോ. അതേ ചൂടങ്ങോട്ട് കഠിനമാകുമ്പോൾ പാലക്കാട് പോലെയല്ല മദീനയിലെ ചൂട്, അതുപോലെയല്ല പ്രിയപ്പെട്ടവരെ സൗദിയിലെ ചൂട്, വല്ലാത്ത ചൂടാ.
ആ ചൂട് കഠിനമാകുന്നു. ഈന്തപ്പന വിളവെടുപ്പിന്റെ സമയമെടുക്കുന്നു. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ വലിയൊരു കാര്യമെന്നുള്ളത്, അവർക്ക് വല്ലാത്ത ക്ഷാമമാണ്, വല്ലാത്ത പട്ടിണിയാണ്. വിശന്നിട്ടവർക്ക് പൊരിവെയിലത്ത് നിൽക്കുകയാ. അവർക്ക് കുടിക്കാൻ വെള്ളം കുറവാണ്, കഴിക്കാൻ ഭക്ഷണം കമ്മിയാണ്. ഈ മൂന്ന് പ്രതിസന്ധികൾ വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവരെ വിളിക്കുകയാണ്, വാ സഹബാ, എന്റെ സഹാബത്തെ, തബൂക്കിൽ നമുക്ക് പോകണം. അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്, യുദ്ധം ചെയ്യാ. തബൂക്കിലേക്ക് പോകാൻ വേണ്ടി റസൂലുള്ള വിളിക്കുകയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, തബൂക്ക് എന്ന് പറയുന്നത് മൈലുകൾക്ക് പുറത്താ. ആ സമയത്ത് കഠിനമായ ചൂടൊരു ഭാഗത്ത്, രൂക്ഷമായ ക്ഷാമം മറ്റൊരു ഭാഗത്ത്. മൂന്നാമത്തേത് ഈന്തപ്പനയുടെ വിളവെടുപ്പിന്റെ സമയമാണ്. എല്ലാവരും തോട്ടത്തിലുണ്ടാകേണ്ട സമയമാണ്. ആ സമയം തന്നെ റസൂലുള്ളാഹിയെ കൊണ്ടല്ല വിളിപ്പിക്കുകയാ, വരൂ സഹാബാ, നിങ്ങൾ തബൂക്കിലേക്ക് യുദ്ധത്തിന് വേണ്ടി വരൂ എന്ന് പറഞ്ഞപ്പോ ഞങ്ങളിതാ തയ്യാറാണ് നബിയേ, തയ്യാറാണ് നബിയേ. ചൂട് ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്ക് വിളവെടുപ്പ് പ്രശ്നമല്ല, ഞങ്ങൾക്ക് ക്ഷാമം പ്രശ്നമല്ല. അങ്ങ് എവിടേക്കാണോ വിളിക്കുന്നത് ഞങ്ങൾ തയ്യാറാ റസൂലേ എന്ന് പറഞ്ഞുകൊണ്ടൊരു വിഭാഗ സഹാബത്ത് റസൂലുള്ളാഹിന്റെ പിന്നാലെ കൂടുകയാ. ആ കൂട്ടത്തിൽ സാമ്പത്തിക ശേഷിയില്ലാത്ത വെറും പാവപ്പെട്ടവരുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ വാളുകളില്ല, അവരുടെ കയ്യിൽ പരിചകളില്ല, അവരുടെ കയ്യിൽ പടയങ്കികളില്ല, അവരുടെ കയ്യിൽ പടക്കോപ്പുകളില്ല, അവരുടെ കയ്യിൽ യാതൊരു സൗകര്യങ്ങളുമില്ല. അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറഞ്ഞു, പോകൂ സഹാബ, വീടുകളിലേക്ക് പോകൂ, നിങ്ങൾ അടുത്ത വർഷം നിങ്ങൾക്ക് യുദ്ധം ചെയ്യാ. ഇതൊന്നുമില്ലാതെ തബൂക്കിലേക്ക് പോകുന്നത് നടക്കൂല. അവര് നിറകണ്ണുകളോടെ, കണ്ണീര് ചാലിട്ടൊഴുകുന്ന കവിൽത്തടങ്ങളോടെ വീട്ടിലേക്ക് അവർ സങ്കടപ്പെട്ടു പോവുകയാ. സഹോദരങ്ങളെ, അതിനുശേഷം കുറച്ച് ആളുകളെ മുനാഫിഖീങ്ങളാ, അവര് വിശ്വാസമില്ലാത്തവരാണ്. പക്ഷേ പ്രവാചകന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ വിശ്വാസം നടിക്കുന്ന കാപട്യമുള്ളവരാ. അവരകത്ത് കയറിയിരുന്നിട്ട് പറഞ്ഞു, ലാ തൻഫിറൂ ഫിൽ ഹർ, വല്ലാത്ത ചൂടാണ്, പോകരുതേ എന്ന് ആളുകളോട് പറയാൻ തുടങ്ങി. അല്ലാഹു ഉടനെ ആയത്തിറക്കി, നരകത്തിന്റെ ചൂട് ഇതിനെക്കാളും കഠിനമാണെന്ന്. സഹോദരങ്ങളെ, ആ കൂട്ടത്തിൽ സഹാബാക്കൾ പലരും പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ 3 പേര് പോകാതെ മാറി നിൽക്കുകയാ. നിങ്ങൾക്കറിയോ, പള്ളത്തുകാരാ. 3 പേരും ഒറിജിനൽ സഹാബിമാരാ. ആ 3 പേരും അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനോടൊപ്പം യുദ്ധത്തിന് പോകാൻ തയ്യാറായില്ല. അവര് പറഞ്ഞതെന്താണ്, റസൂലേ ഞങ്ങൾ വരുന്നില്ല എന്നല്ല, ഞങ്ങൾ നിങ്ങളുടെ യുദ്ധത്തിനോട് എതിരാണെന്നല്ല, ഞങ്ങൾ അങ്ങ് പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞില്ല. പിന്നെയോ ആ 3 പേരും പറഞ്ഞത്, റസൂലേ പല പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വന്നോളാ, നിങ്ങൾ പോക്കോ. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനൊന്നും മിണ്ടിയില്ല. എന്താ സംഭവിച്ചതെന്നറിയോ? അള്ളാഹുവിന്റെ ആയത്ത് സൂറത്ത് തൗബയിലൂടെ അവതരിപ്പിക്കപ്പെടുകയാ. ഈ 3 പേർക്ക് എന്താ സംഭവിച്ചതെന്നറിയോ? അള്ളാഹു ഖുർആനിലൂടെ സൂറത്ത് തൗബയിലൂടെ 38ാമത്തെ സൂറത്തിലൂടെ ആ സൂക്തത്തിലൂടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവരോട് അള്ളാഹു ചോദിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളായ സഹാബാ, മാലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ചപ്പോൾ എന്തേ നിങ്ങൾ പോകാത്തത്? എന്തേ നിങ്ങൾ പോകാതെ മാറി നിന്നത്? ഇസാഖൽതും മിനൽ അർളി, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ അങ്ങ് നിലയുറപ്പിച്ചത്? പോകാൻ കഴിയാത്തതെന്താ? അറളീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ, ആഖിറത്തക്കാ നിങ്ങൾക്ക് വലുത് ദുനിയാവാണോ സഹാബത്തെ? ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. എന്നാ കേട്ടോ സഹാബാ, ആഖിറത്തെ തട്ടിച്ചു നോക്കുമ്പോ ദുനിയാവ് വളരെ കുറച്ചാണ് സഹാബത്തെ. ഇതാരോട് പറഞ്ഞതാണെന്നറിയോ? പള്ളത്തുള്ള മുസ്ലിമീങ്ങളോട് പറഞ്ഞതല്ല, പാലക്കാടുള്ള മുസ്ലിമിനോട് പറഞ്ഞതല്ല, കേരളത്തിലെ മുസ്ലിമിനോട് പറഞ്ഞതല്ല, ഇന്ത്യയിലെ മുസ്ലിമിനോട് പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖത്ത് നോക്കി അറിവ് ശേഖരിക്കാൻ ഭാഗ്യം കിട്ടിയ പ്രവാചകന്റെ റിസാലത്തിന്റെ പൊൻചമ്പകപ്പോ ചുണ്ടിലേക്ക് നോക്കിയിരുന്ന് അറിവുകൾ ശേഖരിക്കാനും നുകരാനും പകരാനും ഭാഗ്യം കിട്ടിയ എന്റെ സഹാബാക്കളിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ വിജയിച്ചു എന്ന് റസൂൽ പഠിപ്പിച്ച അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സഹാബാക്കളോടാണ് അല്ല ചോദിച്ചത്, വമാലക്കും നിങ്ങൾക്ക് എന്തു പറ്റി? വമാലക്കും നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾക്ക് ദുനിയാവ് മതിയോ? ആഖിറം നിങ്ങൾക്ക് വേണ്ടേ? ആഖിറത്തിലേക്ക് തട്ടിച്ചു നോക്കുമ്പോ ദുനിയാവ് നമ്മെ ചെറുതാണ്
സഹാബ. ഇത് പറയുക മാത്രമല്ല, ഈ ആയത്തിറക്കിയപ്പോൾ സഹോദരങ്ങളെ, പള്ളിയിൽ വന്നാൽ ആളുകളും മിണ്ടാതെയായി. യുദ്ധം കഴിഞ്ഞ് വരുന്നതുവരെ പള്ളിയിലേക്ക് പോയാൽ ആളുകളും മിണ്ടാതെയായി. ഇവര് പള്ളിയിൽ ചെന്ന് മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരാളും ഇവരോട് മിണ്ടുന്നില്ല. യുദ്ധം കഴിഞ്ഞ് വന്ന സഹാബത്ത് മിണ്ടുന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ മിണ്ടുന്നില്ല. ഹബീബായ പ്രവാചകന് പോലും അല്ലാഹു വിലക്ക് ഏർപ്പെടുത്തി അവരോട് മിണ്ടരുത്. അവസാനം അവർക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ വീട്ടിലേക്ക് വന്നു ഭാര്യമാരോട് വിവരം പറയാ. എന്താ കഥയെന്നറിയോ? ഭാര്യമാര് പറഞ്ഞു, ഇല്ല ഇല്ല, അല്ലാഹുവിന്റെ ഹബീബ് ഒരു വിധി പറയുന്നത് വരെ ഞങ്ങളുടെ കൂടെ കിടക്കാൻ ഞങ്ങൾ അനുവദിക്കൂല. ഇനി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ എന്ത് നിലപാടാണോ നിങ്ങളുടെ വിഷയത്തിൽ എടുക്കുന്നത് അതുവരെ ഞങ്ങൾ നിങ്ങളെ സമീപിക്കില്ല എന്ന് പറഞ്ഞ് ഭാര്യമാര് കിടക്കയിൽ നിന്ന് മാറ്റിക്കിടത്തി. അല്ലാ, ആ 3 പേരനുഭവിച്ച മാനസിക വേദന പറയാനറിയോ? വീട്ടുകാര് തള്ളി, പള്ളിക്കാര് തള്ളി, സഹാബത്ത് തള്ളി, അല്ലാഹുവിന്റെ റസൂലും മിണ്ടാതെയായി. അവസാന ഖുർആൻ പറയുന്നുണ്ട്, ഭൂമി വിശാലമായിരിക്കവേ അവർക്ക് കുടുസായി തോന്നി. ഈമാൻ അവരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അവർ ആത്മഹത്യ ചെയ്തില്ല. അവർ നിലവിളിച്ചു പൊട്ടിക്കരഞ്ഞ് അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പശ്ചാത്തപിച്ചു. അല്ലാഹു ആയത്തങ്ങോട്ടിറക്കി, നബിയേ അവരെ സ്വീകരിച്ചവർക്ക് പൊതുമാപ്പ് കൊടുക്കൂ നബിയേ. ആ പൊതുമാപ്പ് റസൂൽ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് സഹാബത്ത് മിണ്ടാൻ തുടങ്ങിയത്. പള്ളിയിൽ പോയാൽ ജനങ്ങൾ സ്വീകരിക്കാൻ തുടങ്ങിയതിനു ശേഷമാ. വീട്ടിൽ പോയാൽ ഭാര്യമാര് കൂടെ കിടക്കാൻ തുടങ്ങിയതിന് ശേഷമാ. ആ നിലയിൽ അവർക്ക് ഇത്രത്തോളം ഇളിഭ്യരായി, ഇത്രത്തോളം അവർക്ക് സങ്കടപ്പെടേണ്ട കാര്യം എന്താണെന്നറിയോ? ഒരേ ഒരു ചെറിയ വീഴ്ച അവരിൽ നിന്ന് സംഭവിച്ചു. എന്താ സംഭവിച്ചത്? അല്ലാഹുവിന്റെ റസൂല് വരൂ നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ ഞങ്ങളില്ല, പിന്നെ വന്നോളാം. ഇത്ര തെറ്റേ അവർ ചെയ്തിട്ടുള്ളൂ. അവര് വരൂല എന്ന് പറഞ്ഞില്ല, അവര് വരില്ല എന്ന് പറഞ്ഞില്ല, ഞങ്ങൾക്ക് ഇതിനോട് എതിർപ്പാന്ന് പറഞ്ഞില്ല, അങ്ങയോട് ഞങ്ങൾ ചേർന്ന് നിൽക്കൂല എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ഇപ്പൊ വരുന്നില്ല, കാരണം വിളവെടുപ്പിന്റെ സമയമാണ്, ഭൗതികാസക്തി, 2 നല്ല ചൂടാൻ, ശരീരത്തിനോടുള്ള ആഗ്രഹങ്ങൾ, 3-മത്തേത് ക്ഷാമമാണ്. അവർക്ക് പേടി, പാതി വഴിയിൽ മരിച്ചു പോകുമോ എന്ന്. ഈ പേടികളുടെ ഇടയിൽ നിന്ന് അവര് ഇപ്പൊ വരുന്നില്ല, ഞങ്ങൾ പിന്നെ വന്നോളാം എന്ന് പറഞ്ഞ 3 പേരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശക്തമായ താക്കീത് കൊടുത്തു വീട്ടിലിരുത്തി. എന്താ കാരണം? അനുസരണയില്ലാതായി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അല്ലാഹുവിന്റെ റസൂല് നമ്മളെ വിളിച്ചത് പള്ളിയിലേക്കാ, അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ വിളിച്ചത് ദീനിലേക്കാ. എത്ര പേര് ആ പ്രതിജ്ഞ മുടക്കിയിട്ട് നിൽക്കുന്നുണ്ട്? എന്നിട്ടും നമ്മുടെ ഭാര്യമാരെ നമ്മളെ കൂടെ കിടത്തുന്നില്ലേ? നമ്മുടെ പള്ളിക്കാരെ നമ്മളെ ചേർത്ത് നിർത്തുന്നില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇതെല്ലാം നാളെ പരലോകത്ത് അനുഭവിക്കാൻ കിടക്കാൻ നമ്മൾ. അല്ലാഹ് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എഴുതി വെച്ചോ, അല്ലാഹുവിന്റെ റസൂൽ എന്ത് പറഞ്ഞു അതിനപ്പുറത്ത് എനിക്കിനി ഒന്നും വേണ്ട, ഒന്നും വേണ്ട. പൊന്നു കാക്കുന്ന മരമായാൽ പോലും, ആകാശം നക്ഷത്രങ്ങളെ പോലെ, ആകാശത്തിൽ ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളെ പോലെ, എന്റെ വീടിന്റെ മുകളിൽ പണം കാക്കുന്ന മരം വീണാൽ പോലും എനിക്കെന്റെ റസൂല് പറയുന്നതിനപ്പുറത്തൊന്നും വേണ്ട എന്ന് പറയുന്ന നിലയിലേക്ക് നമ്മുടെ ഈമാൻ എത്തിച്ചേരുന്നതുവരെ, നമ്മുടെ നിലപാടെത്തുന്നതുവരെ നമ്മൾ സത്യവിശ്വാസികളാവൂല. ഉറപ്പാണ് സഹോദരങ്ങളെ. അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സ്വഹാബത്തിന് ഇത്രയും വലിയ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകും? അതുകൊണ്ട് നിങ്ങൾ റസൂൽ എന്ത് പറഞ്ഞു കേൾക്കാൻ തയ്യാറാകുക സഹോദരിമാരെ. താൽക്കാലിക സുഖം നമ്മൾ നോക്കണ്ട, ഭൗതികമായ ഒന്നും നമ്മൾ നോക്കണ്ട. ഇതെല്ലാം നമ്മുടെ പിന്നാലെ വരും. അബ്ദുല്ലാഹിൻ ഉബാജി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വാചകം, ഞാനൊരു ട്രെയിൻ യാത്രയിലാണ് ഞാനത് വായിച്ചത്. ഞാനത് കിതാബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അബ്ദുല്ലാഹിൻ ഉബാജി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് അത് വായിച്ചപ്പോൾ അന്ന് മുതൽ എല്ലാ പ്രസംഗത്തിലും കഴിയുന്നത് ഓർമ്മ വരുമെങ്കിൽ ഞാൻ പറയാറുണ്ട്. എന്താണെന്നറിയോ? അബൂലഹബ്, ഖാറൂൻ, ഹാമാൻ, ഫിർഔൻ, നമ്രൂദ്, ഈ 5 പേരും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, അള്ളാന്റെ ശത്രുക്കളാണ്.
ഫിർഔൻ, നമ്രൂദ്, ഖാറൂന്, ഹാമാന്, അബൂ ലഹബ്. ഈ 5 പേർക്കും അല്ലാഹ് കൊടുത്തത് പണമാണ്. ഈ 5 പേർക്കും അല്ലാഹ് കൊടുത്തത് പണമാണ്. ഈ 5 പേർക്കും കൊടുത്തത് ജനങ്ങൾക്ക് ഇഷ്ടവുമാണ്. എന്നാൽ നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലത്തു വസ്സലാം, ഈ 5 പേർക്ക് അല്ലാഹു കൊടുത്തത് പരിശുദ്ധമായ ആദർശമാണ്, ദീനാൻ. അതാർക്കും വേണ്ട. അള്ളാഹുവിന്റെ പ്രവാചകന്മാരായ ഉലുൽ അസ്മുകളായ ഈ 5 പേർക്ക് കൊടുത്തത് ആർക്കും വേണ്ട. അള്ളാന്റെ ശത്രുക്കൾക്ക് എന്താണോ കൊടുത്തത് അതെല്ലാവർക്കും വേണം. അബ്ദുല്ലാഹി നുബാജി റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ നമ്മുടെയൊക്കെ അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ റസൂൽ എന്ത് പറയുന്നു ആ പറയുന്നത് അനുസരിക്കാൻ, അത് കേൾക്കാൻ ഞാനിത് തയ്യാറാണ് എന്ന ഒരു പ്രതിജ്ഞ ഇവിടെ വെച്ചെടുത്തിട്ട് വേണം നമ്മൾ പിരിഞ്ഞു പോകാൻ. അള്ളാഹു നമുക്കതിനുള്ള ഈമാൻ തരട്ടെ. അള്ളാഹു നമുക്കതിനുള്ള ഈമാൻ തരട്ടെ. ഇത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സമുദായത്തിലുള്ളവരുണ്ട്. ഞാൻ ഇങ്ങോട്ട് കയറുമ്പോ തന്നെ എനിക്കറിയാൻ കഴിഞ്ഞത് ഹൈന്ദവ സഹോദരങ്ങൾ ഈ പരിപാടി കേൾക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നമുക്ക് കഴിയാത്തതൊന്നും അള്ളാഹു പറഞ്ഞിട്ടില്ല നമ്മളോട്. നമുക്ക് കഴിയാത്തതൊന്നും ഇന്ന് വരെ അല്ലാഹു തആല നമ്മളോട് പറഞ്ഞിട്ടില്ല. മഴയൊന്നും പെയ്യില്ല, അള്ളാന്റെ തീരുമാനം എന്താണ് അതിന് നമ്മൾ വിടുകയാണ്. തവക്കൽതു അലല്ലാഹ്, അള്ളാഹ്ക്ക് ഇഷ്ടം ഏതാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഇരട്ട പേര് ദുആക്ക് ഇജാബത്തുള്ള വ്യക്തി എന്നാണ്. അവസാനം അദ്ദേഹത്തിന് കാഴ്ചയില്ല. സഹാബാക്കൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ദുആ എന്നൂടെ, എന്ത് ചോദിച്ചാലും കിട്ടുമല്ലോ, അള്ളാഹ് തരുമല്ലോ സഅദ് ബിൻ അബി വഖാസ് തങ്ങളെ. അതെ, എന്നിട്ട് നിങ്ങൾക്ക് കാഴ്ച തിരിച്ചു ചോദിച്ചൂടെ? അപ്പൊ സഅദ് ബിൻ അബി വഖാസ് തങ്ങൾ പറഞ്ഞു, എന്റെ പടച്ചോന് ഇഷ്ടം കാഴ്ച തരാതിരിക്കല, എന്റെ ഇഷ്ടം കാഴ്ച കിട്ടല. അപ്പൊ എന്റെ ഇഷ്ടത്തെക്കാൾ എനിക്ക് വലുത് എന്റെ അള്ളാന്റെ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് കാഴ്ച വേണ്ട എന്ന് പറഞ്ഞു. നമ്മുടെ ഇഷ്ടം മഴ പെയ്യാതിരിക്കലും അവസാന സമയം വരെ ഈ വഅള് സന്തോഷത്തോടെ നടക്കലുമാണ്. ഇനി നമ്മുടെ പടച്ചോന് ഇഷ്ടം മഴ പെയ്യിപ്പിക്കലാണെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഇൻഷാ അല്ലാഹ് പ്രതിജ്ഞ എടുക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് കഴിയാത്തതൊന്നും അള്ളാഹു അവന്റെ ഹബീബിലൂടെ പറഞ്ഞിട്ടില്ല. ആമന റസൂലു എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗമാണ് ആമന റസൂൽ. ഈ ആമന റസൂൽ ആയത്തുണ്ട്. ആമന റസൂൽ എന്ന ആയത്തില് അള്ളാഹു പറയുന്ന ഒരു ഭാഗമുണ്ട്. എന്താണെന്നറിയോ? വഖാലൂ സമിഅനാ വഅതഅനാ. ജനങ്ങൾ പറയുമത്രേ, വിശ്വാസികൾ പറയുമത്രേ, സമിഅനാ ഞങ്ങൾ കേട്ടു റബ്ബേ, വഅതഅനാ ഞങ്ങൾ വഴിപ്പെട്ടു റബ്ബേ, ഗുഫ്രാനക റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ, കേട്ടതിലോ പ്രവർത്തിച്ചതിലോ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ലാ. വഇലൈക്കൽ മസീർ, നിന്നിലേക്കാ ഞങ്ങൾ മടങ്ങി വരേണ്ടത്, അവസാനം നിന്നിലേക്കാ ഞങ്ങൾ വരേണ്ടത്. അതുകൊണ്ട് നീ പറയുന്നത് എന്ത് ഞങ്ങൾ കേൾക്കുന്നു തമ്പുരാനെ, അനുസരിക്കുന്നു തമ്പുരാനെ. ഇത് പറഞ്ഞിട്ട് ഉടനെ പറയുന്നത് എന്തെന്നറിയോ? അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹു നമ്മളോട് കാരുണ്യം കാണിക്കാതിരുന്നിട്ടില്ല. അല്ലാഹ് പറയുന്നു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. നമുക്ക് കഴിയാത്തതൊന്നും അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹു നമുക്ക് കഴിയുന്നതേ നിർബന്ധിച്ചിട്ടുള്ളൂ. നമുക്ക് കഴിയാത്തതൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സഹാബി സ്വർണമോതിരം ധരിച്ചു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ സ്വർണമോതിരം ധരിച്ചു വരുമ്പോൾ ആ സഹാബിയുടെ കയ്യിൽ നിന്ന് ആ മോതിരം വലിച്ചൂരിയിട്ട് റസൂലുള്ള ഒരൊറ്റ ഏറാണ്. എന്നിട്ട് പറഞ്ഞു, എന്റെ അനുചരന്, എന്റെ പ്രിയപ്പെട്ട അനുയായി, എന്റെ സഹാബി നരകത്തിന്റെ ഒരു ചെറിയ കട്ടയുമായി പോകുന്നത് എനിക്ക് താങ്ങുന്നില്ല, സഹിക്കുന്നില്ല. അള്ളാഹു നിഷിദ്ധമാക്കിയ, എന്നാൽ പൊതുവെ നിഷിദ്ധമാക്കിയതല്ല, സ്ത്രീകൾക്ക് ഹലാലാക്കി പുരുഷന്മാർക്ക് ഹറാമാക്കിയ ഒരു സ്വർണമോതിരം 10 വിരലുകളിൽ ഒരു വിരലിലും അണിഞ്ഞപ്പോൾ ആ സഹാബിയുടെ വിരലിൽ നിന്ന് വലിച്ചൂരിയിട്ട് ദൂരേക്ക് കളഞ്ഞ പ്രിയപ്പെട്ട പ്രവാചകൻ അവിടെ നിന്ന് പ്രഖ്യാപിച്ചു, നരകത്തിന്റെ കട്ടയുമായിട്ടാണോ നടക്കുന്നത് മോനെ? എല്ലാവരും അവിടെ നിൽക്കുമ്പോ റസൂലുള്ള അവിടെ നിന്ന് പിരിഞ്ഞു പോയി തിരിച്ചു പോകുമ്പോ ആളുകൾ പഠിച്ച പണി 18 പറഞ്ഞു നോക്കി ആ മനുഷ്യനോട്, ആ മോതിരം ചെന്നെടുക്ക്, നിന്റെ ഭാര്യയ്ക്ക് കൊടുത്തൂടെ? ഭാര്യയ്ക്ക് ഹലാലല്ലേ? അല്ലെങ്കിൽ ആ മോതിരം സ്വർണ്ണ മോതിരമാണ്, അത് നല്ല വില കിട്ടുമല്ലോ
എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ സഹാബി പറഞ്ഞത് എന്തെന്നറിയോ? പള്ളത്തുകാരാ, ലാ വല്ലാഹ്, ലാ വല്ലാഹ്, പടച്ചവനാണ്, എനിക്കത് വേണ്ട. ലാ ആഖിറുഹു അബദാ, അത് ഞാൻ എടുക്കൂല. വഖതറഹു റസൂലുള്ളാഹ്, എന്റെ ഹബീബ് വലിച്ചെറിഞ്ഞ, എന്റെ റസൂൽ ഊരിക്കളഞ്ഞ മോതിരം എന്റെ ജീവിതത്തിൽ വേണ്ടെന്ന് പറഞ്ഞു ആ പ്രിയപ്പെട്ട അനുയായി പ്രവാചകൻ പറഞ്ഞതനുസരിക്കാൻ, തന്റെ ജീവിതത്തിന്റെ ഇന്നലകളിൽ നല്ല ജീവിതം കാഴ്ചവെക്കാൻ ഒരു നിമിഷം സ്വർണ്ണാഭരണം ധരിച്ചതിന്റെ പേരില് നല്ല നാളേക്ക് വേണ്ടിയിട്ട് തന്റെ ജീവിതത്തിന്റെ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കിയ സഹാബിയ. സഹോദരങ്ങളെ ചോദിക്കട്ടെ, ഹറാമായ പണം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്നവര്, ഹറാമായ പണവുമായിട്ട് ജീവിതത്തിൽ മല്ലിടുന്നവര്, ഹറാമിലേക്ക് മുങ്ങിപ്പോയിട്ട് ഹറാമിൽ കിടന്ന് മുങ്ങി കുളിക്കുന്നവര്, ഹബീബായ പ്രവാചകൻ ആ ചെറിയ ഒരു മോതിരം ഊരിക്കളഞ്ഞപ്പോ, ഇല്ല എനിക്ക് റസൂൽ ഊരിക്കളഞ്ഞത് എനിക്കും വേണ്ട, എന്റെ ഭാര്യയ്ക്കും വേണ്ട എന്ന് പറഞ്ഞ ആ സഹാബിയുടെ പാത പിൻപറ്റിയിട്ട് റസൂലുള്ളാഹിനെ അനുസരിക്കാൻ എന്തേ മടി അറിയുമോ? അന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ മദ്യനിരോധനത്തിന്റെ തൊട്ടു മുമ്പ് ചെറുപ്പക്കാരോട് എനിക്ക് പറയാറുള്ളത്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിൽപ്പന നടത്തപ്പെടുന്നത്. അല്ല, ഏറ്റവും കൂടുതൽ കഞ്ചാവ് കേരളത്തിലാണ്. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ഹിന്ദു സഹോദരങ്ങൾ, ക്രിസ്ത്യാനികളായ സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടാവും, പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഞങ്ങളുടെ സമുദായത്തിന്റെ പ്രശ്നമാണ്, പക്ഷേ പറയാതിരിക്കാൻ നിവർത്തിയില്ല. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് കള്ള് കൂടുതൽ, കഞ്ചാവ് കൂടുതലും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ്. അതും ആരാണ് കൂടുതൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതെന്നറിയോ? സഹോദരിമാര് ഞെട്ടിപ്പോകും. നല്ല പ്രായം ചെന്ന സഹോദരിമാര് ചിന്തിക്കും, ഇയാൾ എന്തായി വിളിച്ചു പറയുന്നതെന്ന്. ഇന്നത്തെ ജനറേഷന്റെ അവസ്ഥ ഞാൻ പറയട്ടെ, സ്ത്രീകളാണ്, പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവ് ഉപയോഗിക്കുന്നത്. പാലക്കാട് ജില്ലയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സ്ത്രീകളിൽ, പെൺകുട്ടികളിൽ വിദ്യാർത്ഥിനികളിൽ ഏറ്റവും കൂടുതൽ കഞ്ചാവ് ഉപയോഗിക്കുന്നത് തട്ടമിട്ട സഹോദരിമാര് തന്നെയാ. സങ്കടത്തോടെ പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്കറിയോ, മദ്യനിരോധനത്തിന്റെ ആയത്ത് വരുന്നതിന് തൊട്ടു മുമ്പ് വരെ അവിടുത്തെ ഏറ്റവും നല്ല ലാഭകരമായി മദ്യം കിട്ടിയിരുന്ന സ്ഥലം മഹാനായ സയ്യിദുനാ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഷാപ്പായിരുന്നു. പടച്ചോനെ, ഇത് തീരുന്നത് വരെ മഴ പെയ്യാതിരുന്നാൽ എന്ന് ആഗ്രഹം. കാരണം എന്താ? ഈ കാര്യം പറഞ്ഞു തുടങ്ങിയ അപ്പൊ അബൂ ത്വൽഹ തങ്ങൾക്ക് ഷാപ്പുണ്ടായിരുന്നല്ലേ, എന്നാ പിന്നെ അമ്മക്കെന്താ കുടിച്ചൂടാത്തെ എന്ന് ചോദിക്കും. തീരുന്നതിന് മുമ്പ് പോയാൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഷാപ്പ് ഉണ്ടായിരുന്നു, നല്ല ഒന്നാം തരം കള്ള് ഷാപ്പ്. മദ്യനിരോധനത്തിന്റെ ആയത്ത് വന്നിട്ടില്ല. ആലോചിക്കണം, സൂറത്തുൽ മാഇദയിലാണ് അല്ലാഹു തആല 4 ഘട്ടമായിട്ട് ആയത്തിറക്കി. 4ാം ഘട്ടം നിരോധനത്തിന്റെ അത്രയും മസ്റ്റായിട്ട് അല്ലാഹു തആല കൃത്യമായിട്ട് മദ്യം നിരോധിക്കുന്നത് സൂറത്തുൽ മാഇദയിലൂടെയാണ്. അപ്പൊ ആ ആയത്ത് ഇറങ്ങുന്നതിന് മുമ്പ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല മദ്യഷാപ്പ് നടത്തിയിരുന്ന ആളാ. ആരാണ് ആ മദ്യഷാപ്പിൽ കള്ളു കുടിക്കാൻ വരുന്നവർക്ക് മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരുന്നതെന്നറിയോ? ആരായിരുന്നു? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. ആരായി അനസ് ഇബ്നു മാലിക്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മോനാണ്. ആ ഭാര്യയുടെ മോനാവുന്ന എങ്ങനെയാ? അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്നത് മാലിക് എന്നവരുടെ മകൻ അനസ. മാലിക് എന്നവര് കല്യാണം കഴിച്ചിരിക്കുന്നത് ഈ അബൂ ത്വൽഹ കല്യാണം കഴിച്ച അവരെയാണ്. ആ ഭാര്യ കല്യാണം കഴിച്ച് മുഴുകുടിയനായി ആ മദ്യത്തിന് അടിമയായി കൊണ്ടിരിക്കുന്ന സമയത്ത് മുസ്ലിം ആകണമെന്ന് ഭാര്യ ഡിമാൻഡ് വെച്ചു. അയാൾ അനുവദിച്ചില്ല. അയാൾ നാട് വിട്ടു. മദ്യപിച്ച് കരള് മുഴുവനും നശിച്ചിട്ട് ഇയാൾ എവിടെയോ കിടന്ന് ചത്തുപോയി. ആ അനസിന്റെ ഉമ്മയെ കല്യാണം കഴിച്ചത് അബൂ ത്വൽഹയാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു അന്ന് മുസ്ലിം ആയിരുന്നില്ല. അബൂ ത്വൽഹയുടെ പ്രിയപ്പെട്ട ഭാര്യ ഈ നല്ല സുന്ദരിയായിരുന്നു. അപ്പൊ വന്നിട്ട് മരണോ വിവരമൊക്കെ അറിഞ്ഞപ്പോ അബൂ ത്വൽഹ വന്നിട്ട് ചോദിച്ചു. അബൂ ത്വൽഹയും കാണാനൊക്കെ നല്ല മൊഞ്ചന, ഞാൻ കെട്ടിക്കോളാം, എന്താ പറയുന്നേന്ന് ചോദിച്ചവൻ പറഞ്ഞു, എന്റെ ഭർത്താവായി വരുന്ന ആള് എനിക്ക് തരേണ്ട മഹർ മുസ്ലിം ആവുക എന്നുള്ളതാണ്. പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ മുസ്ലിം ആയിക്കൊള്ളാം, അല്ലെങ്കിലും എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ മുസ്ലിം ആയിട്ട് ഈ അനസിന്റെ ഉമ്മായെ കെട്ടുക റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മായെ കല്യാണം കഴിച്ചു. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ ഭർത്താവ് അഥവാ എളാപ്പ എന്ന് കൊച്ചാ
കൊച്ചാപ്പാന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും. ആ കൊച്ചാപ്പയുടെ ഷാപ്പിൽ കള്ളൊഴിച്ചു കൊടുക്കുന്നത് അനസ് റളിയല്ലാഹു അൻഹുവ. അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കള്ള ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഷാപ്പിൽ കള്ള് ഇങ്ങനെ ഒരു ഭാഗത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മുന്തിരിയിൽ നിന്ന് ഈത്തപ്പഴത്തിൽ നിന്നൊക്കെ കള്ള് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവിടെ ഉൽപാദനം നടക്കുന്നു, ഇവിടെ അനസ് തങ്ങൾ എല്ലാവർക്കും ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ഷാപ്പിന്റെ പുറത്ത്, ഈ കടയുടെ തൊട്ട് പുറത്തൊരു ശബ്ദം കേട്ടു. എന്താ ശബ്ദം എന്നറിയോ? കേൾക്കണം. നമ്മൾ ഇപ്പോഴും നമ്മൾ പറയാ ഒരു മടിയും കൂടാതെ, നമ്മൾ മുസ്ലിമാണോ? എന്ത് മുസ്ലിമാ നമ്മള്? എന്ത് മുസ്ലിമാ? നമുക്ക് വല്ല ബോധമുണ്ടോ? ഒരു വീട്ടിൽ ഞാൻ ഇടയ്ക്ക് പോയി ഒന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സമയമായപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു മുസല്ല തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഈ എലി കറണ്ടിയത് പോലത്തെ ഒരു മുസല്ല കൊണ്ട് തന്നു. ആ മുസല്ല ഇത് എങ്ങോട്ടിട്ടാ നിസ്കരിക്കേണ്ടതെന്ന് അറിയണമല്ലോ. നമ്മുടെ വീടാണെങ്കിലേ നമുക്കറിയുള്ളൂ. പള്ളിയാണെങ്കിലും മെഹ്റാബ് മെമ്പറും കണ്ടിട്ട് കിബില അറിയാം. ഈ വീട്ടിൽ കിബില എവിടെയെന്ന് അറിയണം. ഞാൻ ചോദിച്ചു കിബില എങ്ങോട്ടാ? അപ്പൊ ആ വീട്ടുകാരൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ചിലപ്പോ ഇങ്ങനെ നിൽക്കും, ചിലപ്പോ ഇങ്ങനെ നിൽക്കും, ചിലപ്പോ ഇങ്ങനെ നിൽക്കും. അങ്ങനെയാണോ കിബില? ഇത്ര ബോധേ നമ്മുടെ സമുദായത്തിനുള്ളൂ. മഹല്ല് പരിപാലിക്കുന്നവർക്കോ അത് ദയനീയമാണ്. എന്താണെന്നറിയോ? കോവിഡ് സമയത്ത് ഇപ്പോഴും ഓർമ്മ ഉണ്ട് എനിക്ക്. കോവിഡ് സമയത്ത് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോഴ് അവിടെ സെക്രട്ടറി എണീറ്റ് പറയാ, ഒരു അഭ്യർത്ഥന ഉണ്ട്, മുസല്ല കൊണ്ടുവരാത്തവർക്കൊക്കെ പുറകിൽ കസേര ഇട്ടിട്ടുണ്ട്, ഇരുന്ന് നിസ്കരിക്കേണ്ടതാണ്. കഴിവുള്ളവൻ നിന്ന് നിസ്കരിക്കണമെന്നുള്ളത് നിസ്കാരത്തിന്റെ ഫർളിൽപ്പെട്ട ഒന്നാണ്. ആ മുസല്ല കൊണ്ടുവരാത്തവർ ഇരുന്ന് നിസ്കരിക്കാൻ കസേര ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മതബോധവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ നമ്മള് അനസ് റളിയല്ലാഹു തആല അൻഹു കള്ളൊഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു കല്ല് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ തൊട്ട് പുറകിൽ തൊട്ട് മുറ്റത്ത് ഷാപ്പിന്റെ മുറ്റത്തൊരു ശബ്ദം കേട്ടു. എന്താ ശബ്ദം എന്നറിയോ? ആ ശബ്ദം ഇങ്ങനെയായിരുന്നു, അലാ ഇന്നൽ ഖംറ ഖദ് ഹുരിമാ. അറിയണേ അലാ അറിയണേ, ഇന്നൽ ഖംറ ഖദ് ഹുരിമത്, ഇദാ കള്ള് ഹറാമാക്കിയിരിക്കുകയാ. സഹോദരങ്ങളെ, ഇതാരാണ് പറഞ്ഞതെന്ന് നോട്ടമില്ല. കള്ള് കുടിച്ചവന് പുറത്തിറങ്ങി നിന്നിട്ട് സമരത്തി പറഞ്ഞതാണോ എന്ന് നോട്ടമില്ല. കള്ള് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത അങ്ങോട്ട് കേട്ടപ്പോൾ അബൂ ത്വൽഹ റളിയല്ലാഹു തആല അൻഹു തീരുമാനിച്ചത് എന്താണെന്നറിയോ? ഇത്രയും വില കൂടിയ സാധനങ്ങൾ ഇതിനകത്തിരിക്കുകയാണല്ലോ, ഇതും കൂടി കച്ചവടം ചെയ്തിട്ട് ഞാൻ അങ്ങ് നിർത്തിക്കോളാം എന്നാണോ? അല്ല, അനസ് തങ്ങൾ ചിന്തിച്ചതെന്താ? ഈ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് തീർത്തൊഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് നിർത്തിക്കൊള്ളാം എന്നല്ല. കുടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സിലേക്ക് പകർന്നു വെച്ചിരിക്കുന്ന കള്ള് തങ്ങളുടെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചവര് ചിന്തിച്ചതെന്താ? ഇതും കൂടെ കുടിച്ചിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം എന്നാണോ? അല്ല. ചരിത്രത്തിൽ അറിയപ്പെടുന്നു, ബുഖാരിയിൽ തന്നെ ഈ ഹദീസ് കാണാ. അനസ് തങ്ങൾ തന്നെയാണ് ഈ വിവരം പറയുന്നത്. സുബ്ഹാനല്ലാഹ്. മദീനത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ മദ്യത്തിന്റെ പുഴ ഒഴുകുകയാ. ഷാപ്പിൽ നിന്ന് എല്ലാ കന്നാസുകളും ഒഴിച്ചുകൊണ്ടിരുന്ന കപ്പ് വലിച്ചെറിയുകയാണ് അനസ് തങ്ങള്. കുടിക്കാൻ വേണ്ടി ചുണ്ടോട് ചേർത്ത് വെച്ച പാനപാത്രങ്ങൾ വലിച്ചൊരറ്റയേറാ. എന്റെ റസൂൽ ഹറാമാക്കിയോ, എന്റെ പ്രവാചകൻ നിഷിദ്ധമാക്കിയോ, ഇനി എനിക്കത് വേണ്ട. വായിലിരിക്കുന്നത് കുടിച്ചിറക്കട്ടെ എന്നവര് ചിന്തിച്ചില്ല. അത് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് തുപ്പിക്കളഞ്ഞിട്ട് ഇനി ഞാൻ കുടിക്കൂലെന്ന് പറഞ്ഞ സഹാബത്ത് അള്ളാഹുവിന്റെ ഖുർആൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുന്നത് കേട്ടു, ഫഹൽ അന്തും മുന്തഹൂൻ, നിങ്ങൾക്ക് നിർത്താറായില്ലേ? കള്ള് നിർത്താറായില്ല, കഞ്ചാവ് നിർത്താറായില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നത്, ഹദീസുകൾ ചോദിക്കുന്നത്, പണ്ഡിതന്മാര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടും പള്ളത്തുള്ള പെങ്ങള്, പള്ളത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അതിൽ നിന്ന് മാറാൻ എന്തേ നിനക്ക് മനസ്സില്ലാത്തത്? പൊന്നുമോനെ, നിനക്ക് അല്ലാഹു ആഖിറത്തിലേക്ക് മാറ്റിവെക്കാത്ത നിലയിൽ ഇതെല്ലാം ഉപയോഗിക്കുന്നവന് ഭൂമിയിൽ വെച്ച് തന്നെ പരീക്ഷണങ്ങൾ അല്ല തരുമല്ലോ. ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ തന്നിട്ട് ആരും നോക്കാനില്ലാതെ, ബൈസ്റ്റാൻഡർ ഇല്ലാത്ത നിലയിൽ ഏതെങ്കിലും കടത്തിണ്ണകളിൽ
കിടന്ന് പുഴുവരിച്ചിട്ട് ചീഞ്ഞുനാറി മരിച്ചു പോകണോ ചെറുപ്പക്കാരാ, കൗമാരക്കാരാ? കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും ബോർഡറായതുകൊണ്ട് തന്നെ ഇവിടെ ധാരാളം കിട്ടുമെന്ന് എനിക്കറിയാം. ഈ വാളയാറിന്റെയും പരിസര പ്രദേശങ്ങളിൽ നിന്ന് ധാരാളമായി ഇതുപോലുള്ള സംഗതികൾ കിട്ടുമെന്നറിയാ. പക്ഷേ ചെറുപ്പക്കാരനോട് പറയുന്നത്, മതബോധമുള്ളവനോട് മാത്രമല്ല, എന്നെ കേൾക്കുന്ന ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളായ പ്രിയപ്പെട്ടവരുടെ കൗമാരക്കാരായ മക്കളോട് പറയണം, ഇത് നാടിനാപത്താണ്, ഇത് ശരീരത്തിന് ഹാനികരമാണ്, ഇത് സമ്പത്തിന് ചൂഷണം ചെയ്യുന്നതാണ്, ഇത് മനുഷ്യന്റെ മസ്തിഷ്കത്തെ പ്രഖ്യാപനം നടത്തപ്പെടുന്നതാണ്. കൂടാതെ മുസ്ലിം ഉമ്മത്തിനോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ റസൂൽ നിഷിദ്ധമാക്കിയ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് പാടെ മാറി നിൽക്കുക. അതിന് കഴിയണം നമുക്ക്. ഇല്ലെങ്കിൽ അള്ളാന്റെ ഹബീബിനോട് നമ്മൾ കൊടുത്ത ബൈഅത്തിൽ നമ്മൾ കുറവ് വരുത്തിയവരാ. അല്ലാഹ് പിടിപെടും നമ്മെ.